പഞ്ചാഗ്നി പുത്തൻ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നമ്മുടെ കലാവതി നമ്മുടെ പഞ്ചരത്നങ്ങളൊക്കെ കയ്യിലെടുത്ത് അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് എന്തെങ്കിലും കണ്ടു കാണും. നമ്മുടെ ആ ഒരു പഞ്ചരത്നങ്ങളൊക്കെ കയ്യിലെടുത്ത് നമ്മുടെ അഖിലയെ വീട്ടിൽ കൊണ്ടുവന്ന് ഇനി എന്തിനും കലാമ്മ കൂടെ ഉണ്ടാകുമെന്നൊക്കെ വാക്ക് കൊടുത്ത് ഇറങ്ങിപ്പോകുന്നൊരു കലാവതിയായിട്ട്. അപ്പോൾ നമ്മുടെ കലാവതി പോകും വഴി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, നിങ്ങളൊക്കെ ഇങ്ങനെ കയ്യിലെടുക്കാമെങ്കിൽ ഈ പഞ്ചരത്നവിന് ഞാൻ ഭരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ നമ്മുടെ കലാവതി പോകുന്നത്. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ സഹദേവൻ്റെയും അംബികയുടെ ആ ഒരു വീടാട്ടോ. അപ്പോൾ നമ്മുടെ അംബികയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്, നീ തലധാരയുടെയൊക്കെയാണ് രക്ഷപ്പെട്ടത്, അവളെങ്ങാനും ആത്മഹത്യാക്കുറിപ്പിൽ നിൻ്റെ പേരെങ്ങാനും എഴുതിയിരുന്നെങ്കിൽ നീ ഇപ്പോൾ ജയിലിലായാനേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അംബിക നമ്മുടെ ആകാശിൻ്റെ അടുത്ത് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേട്ടിട്ട് നമ്മുടെ സഹി കേട്ട് നമ്മുടെ സഹദേവൻ പറയുന്നുണ്ട്, ഇവനിപ്പോൾ അഖിലയാണ് ഇഷ്ടം, അഖിലയുമായിട്ടുള്ള കല്യാണം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ എന്ന് ഞാൻ നടത്തിയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അംബിക പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല, അവളെ ഞാൻ ഈ വീട്ടിൽ കയറ്റാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആകാശ് പറയുന്നുണ്ട് കേട്ടോ, ഞാൻ ഇനി അവളെ മാത്രമേ സ്നേഹിക്കൂ, എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ അവൾ മാത്രമായിരിക്കും എൻ്റെ കൂടെ ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ അത് എൻ്റെ തീരുമാനമാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആകാശ് നമ്മുടെ അംബികയെ വെല്ലുവിളിച്ചിട്ട് പോകുന്നൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അംബിക എൻ്റെ രണ്ടാമത്തെ മോൻ വഴി തെറ്റിപ്പോയിന്ന് ഞാനങ്ങ് വിചാരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സഹദേവൻ പറയുന്നുണ്ട്, നിൻ്റെ വഴി തെറ്റാതെ പോയ മൂത്തമോൻ കൂടിയുണ്ടല്ലോ, നീ തൽക്കാലം അവനെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും എന്ന് നമ്മുടെ സഹദേവൻ ഇങ്ങനെ ആക്കി പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കലാവതി മഹേന്ദ്രനും നമ്മൾ കണ്ടുമുട്ടുകയാണ്. അപ്പോൾ നമ്മുടെ മഹേന്ദ്രനാണെങ്കിൽ അമൃതയെ കിട്ടുന്നില്ലല്ലോ എന്നുള്ളൊരു പരാതിയിൽ. അപ്പോൾ നമ്മുടെ കലാവതി പറയുന്നുണ്ട്, എടാ നിനക്ക് വേണ്ടിയാണ് ഞാൻ എന്താ പറയുക ആ ഒരു എനിക്ക് ഏറ്റവും വെറുപ്പുള്ള മക്കളെ ഞാൻ മോളെ എന്ന് വിളിച്ച് സ്നേഹിക്കുന്നതും എല്ലാം നിനക്ക് വേണ്ടിയാണ്, നിന്നിലേക്ക് അമൃതയെ അടുപ്പിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ ഒരു നാടകമൊക്കെ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഞാൻ അഭിനയിക്കുന്നത് എന്നൊക്കെ നമ്മുടെ കലാവതി പറയുന്നുണ്ട്. പോരാത്തതിന് ഞാനിപ്പോൾ പുതിയൊരു പ്ലാനും കൂടി ഇടുകയാണ്, അമൃതയുടെ ബർത്ത്ഡേ അതും എൻ്റെ ചിലവിൽ ആഘോഷിക്കാനുള്ള ഒരു പുതിയ പദ്ധതിയും ഞാൻ ഒരുക്കുന്നുണ്ട്, നീ അതിൽ ആ ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാൻ നീ ഒരുങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കലാവതി നമ്മുടെ മഹേന്ദ്രനോട് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ പഞ്ചരത്ന കേട്ടോ, നമ്മുടെ അഖിലിങ്ങനെ തളർന്നിട്ട് ആകെ ടയേർഡാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനഘ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, നീ കുറച്ച് ദിവസത്തിനുള്ളിൽ ഓക്കെ ആകും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അഖിൽ പറയുന്നുണ്ട്, പണ്ടത്തെ ഒരു സന്തോഷമൊന്നും എനിക്ക് കിട്ടില്ല ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അനഘ പറയുന്നുണ്ട്, നീ അതൊക്കെ വിട്, ഇപ്പോൾ നീ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് നിൻ്റെ ആകാശേട്ടൻ നിന്നെ കെട്ടാമെന്ന് സമ്മതിച്ചിട്ടില്ല, ഇപ്പോൾ ആകാശേട്ടൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനഘ നമ്മുടെ അഖിലേക്ക് ആ ഒരു ആശ്വാസ വാക്കുകളൊക്കെ നൽകി നമ്മുടെ അഖിലയെ ആ ഒരു പഴയ സന്തോഷത്തിലേക്കൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങളാട്ടോ നമുക്ക് പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മുടെ മഹേന്ദ്രനും കലാവതിയും കൂടി ആ ഒരു ചന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയോ അമൃതയുടെ കല്യാണത്തിൻ്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇവർ വിഷയം മാറ്റും. അപ്പോൾ ചന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താണ് ചേച്ചിയും അനിയനും കൂടി പുതിയ ചർച്ച എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ കലാവതി ആക്കി പറയുന്നുണ്ട്, അതേ വെയിലത്ത് മഴ പെയ്യുമ്പോൾ ഈ കുറുക്കൻ്റെയും കൂടിയുടെ കല്യാണം എങ്ങനെ നടക്കും എന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുകയായിരുന്നു എന്ന് നമ്മുടെ കലാവതി ആക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രൻ അതിൻ്റെ ഡബിൾ ഡോസിൽ തിരിച്ചാക്കുന്നുണ്ട്, കെട്ടലൊക്കെ കെട്ടിക്കോ, പക്ഷേ ഈ കോഴി പ്രസവിക്കില്ലെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ അറ്റ്ലീസ്റ്റ് ഈ കെട്ടുന്നതിന് മുമ്പ് ഈ കോഴി മുട്ട ഇടുമോ എന്നും കൂടി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും, അല്ലെങ്കിൽ എൻ്റെ സ്ഥിതിയാകും വരാൻ പോകുന്നത് എന്ന് ചന്ദ്രൻ ഇങ്ങനെ പച്ചയ്ക്ക് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ കലാവതി ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നതിന് രംഗാട്ടോ, ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ മുഖഭാവം പിടിച്ചുകൊണ്ടിരിക്കുന്നതാട്ടോ നമുക്ക് എപ്പിസോഡിൽ പിന്നീട് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ കലാവതി ആ ഒരു പുതിയ പ്ലാൻ അനുസരിച്ച് നമ്മുടെ അമൃതയുടെ പഞ്ചരത്നത്തിലേക്ക് വരുവാട്ടോ. എന്നിട്ട് പറയുകയാണ്, നമ്മുടെ അമൃതയുടെ പിറന്നാളല്ലേ അടുത്ത വരുന്ന ഞായറാഴ്ച വരുന്നത്, അത് നമുക്ക് ആഘോഷമാക്കണം. കലാവതി ഇപ്പോഴും കലാവതിയുടെ ആ ഒരു പ്ലാനും പദ്ധതികളൊക്കെ വൻ മുന്നോട്ട് കൊണ്ടുപോവുകയാട്ടോ, വൻ വിജയത്തിലാക്കുവാനാണ് ലക്ഷ്യം. നമ്മുടെ ഈ ഒരു പിറന്നാൾ ആഘോഷം വഴി നമ്മുടെ അമൃതയുടെയും പഞ്ചരത്നങ്ങളുടെയും മനസ്സിലേക്ക് കൂടുതൽ ഈ കലാവതിയോടുള്ളൊരു വിശ്വാസം ഇങ്ങനെ നേടിയെടുക്കാനും പിന്നീട് നമ്മുടെ അഭിമന്യുവിനെ അമൃതയിൽ നിന്നും പഞ്ചരത്നത്തിൽ നിന്നും അകറ്റാനും വേണ്ടിയാട്ടോ നമ്മുടെ കലാവതിയുടെ ലക്ഷ്യം. അപ്പോൾ എന്തായിരിക്കും ആ ഒരു പിറന്നാൾ ആ ഒരു ആഘോഷത്തിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.